ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അൺഅക്കാഡമി. അൺഅക്കാഡമി നമ്മുടെ കഴിഞ്ഞ നീറ്റ് എക്സാമിന് കുറെ മോക്ക് ടെസ്റ്റുകൾ നടത്തി. ആ നടത്തിയ പല ക്വസ്റ്റ്യൻസും അതേ പാറ്റേൺ ആയിരുന്നു മെയ് 3 എക്സാമിന് ഉണ്ടായിരുന്നത്. സോ അതേപോലെ തുടർന്നും ഞങ്ങൾ കുറെ എക്സാംസ് നടത്തി. വളരെ നല്ല റെസ്പോൺസ് ആണ് കുട്ടികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. NCERT കവർ ചെയ്തുള്ള അൺഅക്കാഡമിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ മികവുറ്റതാണ്, അത് പെർഫെക്റ്റ് ആണ്. അറ്റൻഡ് ചെയ്ത കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. സോ ഞങ്ങളുടെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. ലാസ്റ്റ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അതിൽ ബോട്ടണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, so we will start. Question number 91. During photochemical reaction of photosynthesis. നിങ്ങൾക്കറിയാം +1 ഫിസിയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് ഫോട്ടോസിന്തസിസ്. ആ ഫോട്ടോസിന്തസിസിന് പ്രധാനമായി 2 ഫേസ് ഉണ്ട്. ഒന്ന് നമ്മൾ ലൈറ്റ് ഫേസ് എന്ന് പറയാറുണ്ട്, വേറൊന്ന് ഡാർക്ക് ഫേസ് ആണ്. അത് നിങ്ങൾക്കറിയാം. ഈ ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനൽ തൈലക്കോയിഡിലാണ്. ഡാർക്ക് എവിടെയായിരുന്നു? സ്ട്രോമയിൽ നടക്കുന്നു. എന്താണ് ലൈറ്റ്, എന്താണ് ഡാർക്ക്? ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡന്റാ, ഡാർക്കോ ലൈറ്റ് ഇൻഡിപെൻഡന്റാ. സോ ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണുള്ളത്? ഓക്സിജൻ ഉണ്ട്, ശരിയാണ്. നോ എനർജി, തെറ്റാ. ATPയും NADPHും അവിടെ ഉണ്ട്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ അതാണ്, 3 ആണ്. ഈ പ്രൊഡക്ട്സ് ആണ് ഡാർക്ക് റിയാക്ഷന്റെ റോ മെറ്റീരിയൽ, അതായത് ATP ആൻഡ് NADPH. ഓക്കെ, സോ ആൻസർ ഈസ് 3. 92. ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഇൻ ഡൈക്കോട്ട് സ്റ്റെം. പലപ്പോഴും കുട്ടികൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ധാരാളം സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ വരുന്നൊരു വ്യത്യാസമാണത്, ഒരു സംശയമാണ്. സ്റ്റെമ്മില് റൂട്ടില് എന്താണ് ഓപ്പൺ, എന്താണ് ക്ലോസ്ഡ്, കൺജോയിന്റ് എന്താണ്, എൻഡാർക്ക് എന്താണ്, എക്സാർക്ക് എന്താണ്? ഇനി ഡൈക്കോട്ട് സ്റ്റെം ആണ് ചോദിച്ചു. ഏതൊരു സ്റ്റെം ആയാലും ആ സ്റ്റെമ്മിൽ എന്തായിരിക്കും? അത് എൻഡാർക്കായിരിക്കും. റൂട്ടിലാണെങ്കിൽ അതെന്താണ്? എക്സാർക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ടൈപ്പിലേ എടുക്കാൻ പറ്റുള്ളൂ, എൻഡാർക്കാണ്. കൺജോയിന്റ് ആണ് സ്റ്റെമ്മിലും ലീഫിലും. ഡൈക്കോട്ടിലാകുമ്പോൾ അതെന്താണ്? ഓപ്പൺ കൺജോയിന്റ് വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം. പ്രോട്ടോസൈലം അറിയാം, ഫസ്റ്റ് ഫോംഡ് ആണ് വിത്ത് നാരോ വെസല. ഈ പ്രോട്ടോസൈലം എവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് എൻഡാർക്കോ എക്സാർക്കോ എന്ന്. സ്റ്റെമ്മിൽ അത് ടുവേർഡ്സ് ദ ഇൻസൈഡാ, പിത്തിലേക്കാ, സോ എൻഡാർക്ക. റൂട്ടിലേക്ക് പെരിഫറിയില, അത് എക്സാർക്ക് എന്ന് പറയും. 93. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ക്ലാസ് ബെസിഡിയോമൈസെറ്റ്സ് എന്നാണ്. നമ്മുടെ ഫംഗസിന് മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പ് ഉണ്ട്. ഫൈക്കോമൈസെറ്റസ്, ആസ്കോമൈസെറ്റസ്, ബെസിഡിയോമൈസെറ്റസ് ആൻഡ് ഡ്യൂട്ടിറോമൈസെറ്റ്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബെസിഡിയോയിൽ അല്ലാത്തത് ഏത് എന്ന. ബെസിഡിയോ എന്ന് പറയുന്നത് ലാർജ് വലിയ ഫംഗസ് ഒക്കെ ഉള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ പഠിച്ചവിടെ പഫ് ബേൾസ് ഉണ്ട്, ബ്രാക്കറ്റ് ഫഞ്ചൈ ഉണ്ട്, മഷ്റൂം അഗരിക്കസ് ഉണ്ട്, റസ്റ്റേഴ്സ് മട്ടായ ആരൊക്കെ? പക്സീനിയ, യുസ്റ്റിലാഗോ തുടങ്ങിയതൊക്കെ അവിടെയുണ്ട്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാ? അഗരിക്കസ് അതിലുണ്ട്, യുസ്റ്റിലാഗോ അതിലുണ്ട്, പക്സീനിയ ഉണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് ഓൾട്ടർനേറിയ. നോക്കൂ, ഓൾട്ടർനേറിയ എന്ന് പറയുന്നത് ഡ്യൂട്ടിറോമൈസെറ്റസ് ആണ്, അതായത് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാത്ത വിഭാഗമാണ് ആര്? ഓൾട്ടർനേറിയ. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആണ്. 94. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെറ്ററോസ്പോറസ്? മക്കളെ, എന്താണ് ഹെറ്ററോസ്പോറസ്? നിങ്ങൾ പഠിച്ചു ഹെറ്ററോസ്പോറി, ഫോർമേഷൻ ഓഫ് 2 ടൈപ്സ് ഓഫ് സ്പോർ. ആരൊക്കെ? മാക്രോ ആൻഡ് മൈക്രോ. മാക്രോ എന്നുള്ളത് ഫീമെയിലും മൈക്രോ എന്നുള്ളത് മെയിലാ. ഇത് ആരിലാ ഉള്ളത്? ഏതൊരു സീഡ് ബിയറിംഗ് പ്ലാന്റ്സിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഹെറ്ററോസ്പോറിയ. അപ്പൊ ഇത് ആൽഗയ്ക്കില്ല, ബ്രയോഫൈറ്റിനില്ല, ജനറലി ടെറിഡോഫൈറ്റിനില്ല. എന്നാൽ ടെറിഡോഫൈറ്റിലുള്ള സലാജിനെല്ലയിലും സാൽവീനിയയിലും ഏതുണ്ട്? ഹെറ്ററോസ്പോറി ഉണ്ട്, ഓർക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കൊടുത്തിരിക്കുന്ന 4-ല് ഒരെണ്ണതായി, ബാക്കി 4ഉം ഏതാണ്? ടെറിഡോഫൈറ്റ് ആണ്. ഇതാണ് ഡ്രയോപ്റ്ററിസ്, ഫേൺസിന്റെ വിഭാഗത്തിൽ വരുന്നു. അഡിയാൻഡം വാക്കിംഗ് ഫേൺ ആണ്. ഇക്യുസെറ്റം അക്വാട്ടിക് ആണ്. നമ്മുടെ NCERT ഡയഗ്രാം ഉണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസ് പ്രസന്റ്. 1 ഇക്യുസെറ്റം, 2 സലാജിനല്ല. മുമ്പ് നീറ്റിന് വന്നതാണ്, ശ്രദ്ധിക്കുക. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ
അപ്പൊ ഓർമ്മിച്ചോളൂ ആൻസർ ഏത് 95. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെൻട്രിയോൾ. എന്താണ് സെൻട്രിയോൾ? സെൻട്രോസോം ഈസ് an organelle formed by two centriole. How can one perpendicular to the other? ഇങ്ങനെയാണല്ലോ പറഞ്ഞു, ഒന്നൊന്നിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ ഏതാണ് കറക്റ്റ്? ഇറ്റ് ഫോംസ് ദ ബേസൽ ബോഡി. ശരിയാ, കാരണം ഫൗണ്ട് ഇൻ ദ ഹയർ പ്ലാന്റ് ഇല്ല, അനിമൽസിൽ മാത്രമേ ഉള്ളൂ. 9+2 അല്ല പ്ലാസ്മ മെംബ്രെയിൻ. അതായത് സിലിയ ആൻഡ് ഫ്ലജല്ല. നമ്മൾ സിലിയയും ഫ്ലജല്ലയും കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9+2 അറേഞ്ച്മെന്റാ. 9 ഡബിൾ പെയർ ആണ്. എന്നാൽ സിലിയ ഫ്ലജല്ല ബേസൽ ബോഡി കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയെന്നറിയോ? 9+0 എന്ന് പറഞ്ഞാൽ അത് സെൻട്രിയോള. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 1. ശ്രദ്ധിക്കുക. 96. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഡൈക്കോട്ട് സ്റ്റെം ഹാസ് നാരോ പിത്ത് അല്ല, ബ്രോഡ് പിത്ത്. അതാണ് ഡൈക്കോട്ട് സ്റ്റെമ്മില് പിത്ത് ബ്രോഡാ. എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മില് പിത്ത് കോർട്ടക്സ് അങ്ങനെയൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ, മക്കൾക്ക് അറിയാലോ അല്ലെ. അതുപോലെ ഡൈക്കോട്ട് സ്റ്റെമ്മില് പിത്ത് നാരോയാണ്, മോണോകോട്ടിൽ എന്താ കുറച്ചുകൂടെ വൈഡാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതായിരുന്നു 2. സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽ അതാർക്കാ ഉള്ളത്? മോണോകോട്ട് സ്റ്റെം ആണ്, അറിയാം. 97. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽസ്. +1 10ാമത്തെ പേജ്, 10ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ്, ഫസ്റ്റ് പാരഗ്രാഫിലുണ്ടത്. ഓൾ സെൽസ് റീപ്രൊഡ്യൂസ് ബൈ ഡിവൈഡിങ് ഇൻടു 2. ഈച്ച് പാരന്റൽ സെൽ ഗിവ് റൈസ് ടു 2 ഡോട്ടർ സെൽസ് ഈച്ച് ടൈം ദേ ഡിവൈഡ്. ശരിയല്ലേ? അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ 97 ആൻസർ 1. 98. Which of the following statement are accurately describe the concept of related to cell division and genetic control? 1. The process of cell division involves duplication of cell's genome, synthesis of other cell constituent, eventual division into daughter cells, collectively called cell cycle. Correct ആണ്. Cell cycle is a simple series അല്ലല്ലോ, not under genetic അല്ല, genetic control ആണ്. Meiosis is the mechanism by which chromosome number of double across അല്ലല്ലോ, ഈക്വൽ ആണ്. Then number by half, goal of conserving. അപ്പൊ ആൻസർ ഏതായിരുന്നു? 1. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 1 ആണ്, മിയോസിസിലുള്ളതാണ്. മെൽവിൻ കാൽവിൻ നമുക്കറിയാം, ഡാർക്ക് റിയാക്ഷനിലെ C3 സൈക്കിള്, കാൽവിൻ സൈക്കിള്. അവിടെ മെയിനായി 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? 1 കാർബോക്സിലേഷൻ, 2 റിഡക്ഷൻ, 3 റീജനറേഷൻ. എല്ലാവർക്കും അറിയാം. അവിടെ ചോദിച്ചത് റേഡിയോ ആക്റ്റീവ് ഇൻ സ്റ്റഡീസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ദ ഫസ്റ്റ് കാർബൺ ഫിക്സേഷൻ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഏതിലാണ് ഉപയോഗിച്ചത്? നിങ്ങൾക്കറിയാം, അദ്ദേഹം ഉപയോഗിച്ചത് ക്ലോറല്ല എന്ന് പറയുന്ന ഗ്രീൻ ആൽഗയിലായിരുന്നു. ആരാണ്? ക്ലോറല്ല. ക്ലോറല്ല ഈസ് എ യൂണിസെല്ലുലർ ഗ്രീൻ ആൽഗ. അപ്പോൾ C14 എന്ന ഐസോട്ടോപ്പാണ് ഉപയോഗിച്ചു. കാൽവിന് ഇതിന് 961 നോബൽ പ്രൈസ് കിട്ടി. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കാൽവിൻ. ഇത് സ്ട്രോമയിൽ നടക്കുന്നു. അപ്പോൾ എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും ഏതുണ്ട്? C3 സൈക്കിൾ ഉണ്ട്. C3 സൈക്കിൾ ഇല്ലാത്ത ഒരു ഗ്രീൻ പ്ലാന്റും ഇല്ല. പക്ഷെ C4 ഇല്ലാത്തതുണ്ട്, C2 ഇല്ലാത്തതുണ്ട്, CAM ഇല്ലാത്തതുണ്ട്. ഓർക്കുക, C3 യൂണിവേഴ്സൽ ആണ്, കോമൺ ആണ്. Then 101 നോക്കൂ, എന്തായിരുന്നു 101? Which of the following statements are accurately compares racemose and cymose type of inflorescence? ഒരു കമ്പാരിസൺ ആണ്. എന്താണ് റെസിമോസ്? ഇൻ റെസിമോസ് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. ശരിയാണ്. ഫ്ലവേഴ്സ് ആർ ലാറ്ററലി അക്രോപിറ്റൽ. ശരിയാണ്. സൈമോസ് ടെർമിനേറ്റ് ഫ്ലവർ, ബേസിപീറ്റൽ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1 ആണ്. നമുക്കറിയാം റെസിമോസ് എങ്ങനെയാ? നീണ്ടു പോകും. എന്നാൽ സൈമോസ് എന്താണ്? ലിമിറ്റഡ് ഗ്രോത്താ. നിങ്ങൾക്കറിയാം, ഇൻഫ്ലോറസൻസിന്റെ ആക്സിസിനെ നമുക്ക് എന്തു പറയാം? പെഡങ്കിൾ എന്ന് പറയും. ഫ്ലവറിന്റെ സ്റ്റോക്കിനെ പെഡിസൽ എന്ന് പറയും. ഇൻഫ്ലോറസൻസിന്റെ ആക്സിസ് ആരാണ്? പെഡങ്കിൾ. അപ്പൊ ഇവിടെ പെഡങ്കിൾ അൺലിമിറ്റഡ്, ഇവിടെ എന്താണ്? ലിമിറ്റഡ് ആണ് സൈമോസല്.
ഡിറ്റർമൈൻ ദി ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബാക്ടീരിയൽ ന്യൂട്രീഷൻ ആൻഡ് ദിയർ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഫ്രം ദി ഫോളോയിങ്. ഇവിടെ ആക്യുറേറ്റ് ആയിട്ട് ഏതും ബാക്ടീരിയ എക്സിബിറ്റ് ലിമിറ്റഡ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി അതർ കോംപ്ലക്സ് എന്നാണ് പറഞ്ഞു. അപ്പൊ ഇത് തെറ്റാണ്. ബാക്ടീരിയ ഷോ എക്സ്റ്റൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി മെജോറിറ്റി വാസ്റ്റ് മെജോറിറ്റി എന്ന, അപ്പോൾ അതും തെറ്റാണ്. മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഓഫ് ബാക്ടീരിയ പ്രൈമർലി റീസൈക്കിൾ ഓഫ് ന്യൂട്രിയൻസ് അല്ലല്ലോ. ദേ ആർ സാപ്രോഫിറ്റിക് ആണ്, ഡികമ്പോസേഴ്സ് ആണ്. എക്സിബിറ്റ് എക്സ്റ്റൻസീവ് മെറ്റബോളിക്, ഇതാണ് ശരി, ഓപ്ഷൻ 4. ബയോമോളിക്യൂൾസിൽ മൊണീറ തുടങ്ങുന്ന കറക്റ്റ് ഫസ്റ്റ് പേജിൽ തന്നെ ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നു. 104. ലൈറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ പ്ലാന്റ്സ് ഇൻ ഷെയ്ഡ്. നിങ്ങൾ പഠിച്ചു ഫോട്ടോസിന്തസിസില് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. അവിടെയാണ് നിങ്ങൾ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ബൈ ആരാണ്? ബ്ലാക്ക്മാൻ. ആരായിരുന്നു? ബ്ലാക്ക്മാൻ ഇൻ 1905 അത് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. നോർമലി ലൈറ്റ് ഒരിക്കലും ലിമിറ്റിംഗ് ആവില്ല. കാരണം സൺലൈറ്റിന്റെ 10% ലൈറ്റ് പ്ലാന്റ്സിന് വേണ്ടു. ലെസ് ദാൻ ബാക്കിയെല്ലാം ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ ഒരിക്കലും അത് ലിമിറ്റിംഗ് ആവില്ല. ഇവിടെ ചോദിച്ചത് ഷെയ്ഡ് ലവിങ് പ്ലാന്റാ, ഷിയോഫൈറ്റ്സിനാണ്. അപ്പൊ ഷിയോഫൈറ്റ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ എന്താണെന്നറിയോ? ദേ ഡു നോട്ട് ഗെറ്റ് അറ്റ് മോസ്റ്റ് 10% ഓഫ് ഫുൾ സൺലൈറ്റ്. അതാണ് ഷെയ്ഡ് ലവേഴ്സാ, ലൈറ്റ് ഹേറ്ററിംഗാ. നമ്മുടെ ബ്രയോഫൈറ്റ് പോലെ ടെറിഡോഫൈറ്റ് അതൊക്കെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സാ. അവർക്ക് ആ 10% ലൈറ്റ് കിട്ടുന്നില്ല, അതാണ് ലിമിറ്റിംഗ് ആയി മാറിയിരിക്കുന്നു. ഓക്കെ, ദെൻ 105. മൈറ്റോട്ടിക് ടെലോഫേസ് ഡിഫർ ഫ്രം മെറ്റാഫേസ് ഇൻ പൊസസിങ്. ഇടയ്ക്കിടയ്ക്കേ ചോദിക്കും. മൈറ്റോസിസിന്റെ ടെലോഫേസാ, എന്താണ് അതിന്റെ വ്യത്യാസം? സെയിം നമ്പർ ഓഫ് ക്രോമോസോം, ഹാഫ് നമ്പർ. നിങ്ങൾക്കറിയോ ആൻസർ? സെയിം നമ്പർ ഓഫ് ക്രോമോസോം, ഹാഫ് നമ്പർ ഓഫ് ക്രോമാറ്റിഡ് ആണ്. സെയിം നമ്പർ ഓഫ് ക്രോമോസോം, ക്രോമാറ്റിഡ് എന്താണ്? ഹാഫ് നമ്പറാ. മൈറ്റോട്ടിക്കിന്റെ ടിലോഫേസ് ഫ്രം ആരിൽ നിന്നാണ്? മെറ്റാഫേസാ. നിങ്ങൾ പഠിച്ചു ടെലോഫേസ്. ആ ടെലോഫേസ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസിൽ ഡിവിഷൻ കഴിഞ്ഞു, നേരെ അങ്ങോട്ട് മാറി. മെറ്റാഫേസിലാണ് ഓരോ ക്രോമസോമിനും ഇങ്ങനെ 2 ക്രോമാറ്റിഡാ. ഇത് സ്പ്ലിറ്റ് ചെയ്തു, അങ്ങനെ 2 പോയിന്റിലേക്ക് മാറി. നമ്പർ സെയിം ആണ്, പക്ഷെ ക്രോമാറ്റിഡ് ഹാഫ് ആയിരിക്കും. 6. പ്ലാസ്റ്റിസിറ്റി ഇൻ പ്ലാന്റ് ഗ്രോത്ത്. +1 പ്ലാന്റ് ഗ്രോത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് പല രൂപത്തിൽ. എന്താണ് പ്ലാസ്റ്റിസിറ്റി? പ്ലാന്റ്സ് ഫോളോ ഡിഫറെന്റ് പാത്വേ ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റ് ഓർ ഫിസിയോളജിക്കൽ ഓർ കണ്ടീഷൻസിനാണെന്ന് പറയാ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. പ്ലാന്റ്സ് ക്യാൻ ഫോം ഡിഫറെന്റ് സ്ട്രക്ചർ റെസ്പെക്ട് ടു ഡിഫറെന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. അത് ചിലപ്പോൾ ഫിസിക്കലാവാം, എൻവയോൺമെന്റലാവാം, പല രീതിയിലാവാം. നമ്മുടെ NCERT 2 ടൈപ്പ് പറഞ്ഞു, കൊറിയാൻഡറിലും അതേപോലെ ലാർക്സ്പറിലും ബട്ടർ കപ്പിൽ പറഞ്ഞു. ദെൻ ആ പ്ലാന്റ്സിലൊക്കെ പല രീതിയിലാ. ഇപ്പൊ കൊറിയാൻഡറിലായാലും അതേപോലെ നമ്മുടെ കോട്ടണിലായാലും ജുവനൈൽ സ്റ്റേജിലൊന്ന്, അഡൽട്ടിലൊന്ന്. ലാർക്സ്പറിലും ബട്ടർ കപ്പിലും ഏരിയലായ ലീഫ് എന്തേ വൈഡാണ്, അക്വാട്ടിക് ആയത് നാരോയാണ്. സോ ദാറ്റ് ഈസ് പ്ലാസ്റ്റിസിറ്റി. Then 113. Round trait is dominant over wrinkled seed trait in P. Heterozygous round seed plant is crossed with wrinkled seed plant. ഇത് നമ്മുടെ ജെനറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലാ. ഇവിടെ എന്തായിരുന്നു? റൗണ്ട് ഡോമിനന്റ് ആണ്, റിങ്കിൾഡ് എന്താണ്? റെസസീവ് ആണ്. ഹെറ്ററോസൈഗസ് ആയ റൗണ്ട്, അതായത് ക്യാപിറ്റൽ ആർ വിത്ത് റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഇതേതാ ക്രോസ് എന്ന് മനസ്സിലായോ? നമ്മുടെ ടെസ്റ്റ് ക്രോസാ. ഇവിടെ വരുന്ന ഏതായിരുന്നു? ടെസ്റ്റ് ക്രോസാ. അപ്പൊ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ F1 റെസസീവ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യും. അൺനോണിന്റെ ജീനോടൈപ്പ് പറയാനാണ്. 1:1 ആണ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. 1:1. അപ്പൊ ഇത് പറ്റൂല. ഓൾമോസ്റ്റ് പറ്റുന്ന ഏതാണ്? 3.
103 and 99. Then 16. Elongated cells with thick and lignified walls end tapering end is a characteristic feature of. ഇത് ആർക്കാണുള്ളത്? സൈലത്തിന്റെ ട്രക്കീഡ്സിനാണ്. നിങ്ങൾ പഠിച്ചു സൈലം എന്നുള്ളത് കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ട്രക്കീഡ്, വെസല്, പാരൻകൈമ ആൻഡ് പിന്നാലായിരുന്നു ഫൈബേഴ്സ് ആണ്. അതാണ് സൈലം. അതേപോലെ ഫ്ലോയം, സീവ് ട്യൂബ്, കമ്പാനിയൻ സെല്ല്, പാരൻകൈമ, ഫൈബർ. ജിംനോസ്പേംസിലാണെങ്കിൽ സീവ്, സെല്ല്, അൽബുമിനസ്, പാരൻകൈമ ആൻഡ് ഫൈബേഴ്സ്. അപ്പൊ ഇലോങ്ങേറ്റ് ആയത് ഇവിടെ ആരായിരുന്നു? ട്രക്കീഡ്സ് ആണ്. ദെൻ മാച്ച് ദ ഫോളോയിങ്. നോക്കൂ, സെൻട്രിയോൾ. സെൻട്രിയോൾ എന്ന് പറയുന്നത് ബേസൽ ബോഡി ഓഫ് സിലിയ ആൻഡ് ഫ്ലജല്ല, അതാണ് വരുന്നത്. ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് നമ്മുടെ തൈലക്കോയിഡ്സിലാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ തൈലക്കോയിഡിലാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തു. ഇതാണ് ഓക്കെ. ക്രിസ്റ്റേ. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ ലെയറിന്റെ ഇൻഫോൾഡിങ്സ് ആണ് ക്രിസ്റ്റേ. റൈബോസൈം ന്യൂക്ലിയിക് ആസിഡ് ഉള്ളതാണ്. സോ ആൻസർ ഈസ് 1. 18. Consider the two statements given. രണ്ടെണ്ണം. During G1 phase, cell is metabolically active and continuously grow. Okay, but does not DNA replication. അത് ശരിയാണ്. സെൽ ഡിവിഷന്റെ സെക്കൻഡ് പേജിൽ നിങ്ങൾ കാണാം. ഇതാണ് സെൽ സൈക്കിള്. ആ സെൽ സൈക്കിളിന് മെയിനായിട്ട് ഇതാ ഒരു എം ഫേസ് ഉണ്ട്, ലോങ് അര ഇന്റർഫേസ് ഉണ്ട്. ഇതാണ് ഇന്റർഫേസ്, ഇതാണ് എം ഫേസ്. ഓവർ 99% സെൽ സൈക്കിളിൽ ആരായിരുന്നു? ഇന്റർഫേസാ. ആ ഇന്റർഫേസ് 3 മാറിയിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? 1 is G1, another is S and G2. അപ്പൊ അത് ശരിയാണ്. ഡ്യൂറിങ് G2 പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് വൈൽ സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്താ? രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണ്. 1 and 2 are correct. 19. In angiosperm, functional megaspore. +2 ഫസ്റ്റ് ചാപ്റ്റർ. മെഗാസ്പോർ മദർ സെല്ലില് മിയോസിസ് നടന്നു. അത് ലീനിയറായി അറേഞ്ച് ചെയ്തു. 4 മെഗാസ്പോർ. അതില് ഈ മൈക്രോ പൈലാറിലുള്ള 3 ഡൈജസ്റ്റ് ചെയ്തു, നശിച്ചു. ബാക്കിയുള്ള 1 മാത്രമേ ഫങ്ഷനിലുള്ളൂ. അതാണ് പിന്നീട് എംബ്രിയോസാക്കായി മാറുന്നു. എംബ്രിയോസാക്ക് എന്ന് പറയുന്നതാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അതും ഓർക്കുക. Then 120. Why was Mendel's concept of gene or Mendelian factor, stable and discrete unit controlling the expression of traits, not accepted by his contemporaries? നമ്മൾ പഠിച്ചു 865, 66 അല്ലെ 73 വരെയുള്ള കാലഘട്ടത്തിൽ മെന്റൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി. പക്ഷേ മെന്റലിന്റെ തിയറികൾ ആരും ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തില്ല. ടിൽ 1900-ലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ഉൾപ്പെടെ 3 സയന്റിസ്റ്റ് റീഡിസ്കവർ ചെയ്തു മെന്റലിയൻ പ്രിൻസിപ്പിൾ. കാൾ കോറൻസ്, ചെർമാർക്ക്, ഹ്യൂഗോ ഡിവ്രേസ്. എന്തുകൊണ്ട് അതുവരെ അതറിഞ്ഞില്ല? അതിന് പല റീസൺ ഉണ്ട്. He could not provide any physical proof for the existence of factor, say what they were made of. അതാണ് കൃത്യമായൊരു പ്രൂഫ് ജീനിനെ കുറിച്ച്, മെന്റലിയൻ ഫാക്ടറിനെ കുറിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. പല ഘടകങ്ങളാണ്, 2-3 പോയിന്റ്. അതിൽ ഒരെണ്ണം ഇത് കറക്റ്റ് ആണ്. ഓക്കെ. Then 121. Which of the following statement is true? ഏതാണ് ട്രൂ? Cell plate present the middle lamella between the wall of 2 adjacent cells. ശരിയാണ്. സെൽ പ്ലേറ്റ് നമ്മൾ പഠിച്ചു പ്ലാന്റ് സെല്ലിൽ. ടൈം ഓഫ് സൈറ്റോകൈനസിസ്, ഓർഗനലിലേക്ക് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ഡോട്ടർ സെൽസ്. പ്ലാന്റ് സെൽസിൽ കറക്റ്റാ. സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽസ് ഈസ് സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ സെന്റർ ടു പെരിഫറി. വൈൽ അനിമൽ സെൽ ക്ലീവേജ് ഇസ് സെൻട്രിപീറ്റൽ ടുവേർഡ്സ് ദ സെന്റർ. അനിമൽ സെൽസിലാണ് ക്ലീവേജ് ഫറോ. പ്ലാന്റ് സെൽസിൽ അതില്ല, ഓർക്കുക. സോ എല്ലാം ശരിയാണ്. ആൻസർ ഈസ് 4. മൊണാർക്ക് ബട്ടർഫ്ലൈ. +2 എക്കോളജിയിൽ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ നിങ്ങളിത് പഠിക്കുന്നുണ്ട്.
കോമ്പിറ്റേഷനും പ്രിഡേഷനും ഒക്കെ പഠിച്ചു, അഡാപ്റ്റേഷൻ ഒക്കെ പഠിച്ചു. അതിൽ പ്രിഡേഷനിൽ പറയുന്നുണ്ട് പ്ലാന്റ്സിനും അനിമൽസിനും ഒക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിലാണ് മക്കളെ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈന്റെ കാര്യം പറയുന്നു. ഹാസ് ബയോകെമിക്കൽ ഡിഫൻസ് മെക്കാനിസം. ശരിയാണല്ലോ. അക്വയർ ബയോകെമിക്കൽ ബൈ യൂസിങ് കാറ്റർപില്ലർ സ്റ്റേജ് ബൈ ഫീഡിങ് ഓൺ എ പോയിസണസ് വീഡ്. പഠിച്ചിട്ടുണ്ട്. ഒരു പോയിസണസ് ആയ വീട് എന്ന് പറഞ്ഞാൽ കള, അത് ഈ കാറ്റർപില്ലർ സ്റ്റേജില് അത് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്തായി മാറിയിരിക്കുന്നത്? ടോക്സിക് ആയി മാറി. അതാണ് അതിന്റെ റെസിസ്റ്റൻസ്. സോ ആൻസർ ഈസ് 4. ഓക്കെ. ദെൻ 23. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് കാറ്റലൈസ് DNA റെപ്ലിക്കേഷൻ. മോളിക്കുലാർ ബേസിസ് DNA റെപ്ലിക്കേഷനിൽ നമ്മൾ ഇത് പഠിച്ചിരിക്കുന്നു. DNA ഡിപ്പെൻഡന്റ് 5' to 3'. ആൻസർ ഈസ് 2. കൺസിഡർ ദ ഫോളോയിങ്. ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കും ആ ഹൈറാർക്കിയൽ. നമ്മുടെ ലിനേയസിന്റെ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സ്പീഷീസ് ആയിരുന്നു ജീനസ്. അതിന്റെ ഹയർ ആണ് ആര്? സ്പീഷീസ് കഴിഞ്ഞാൽ ഫാമിലി പോയി, ഓർഡർ, ക്ലാസ്, അങ്ങനെ കയറിപ്പോയി, ക്ലാസ്, ഓർഡർ കയറിപ്പോയില്ലേ. അപ്പൊ എപ്പോഴും കുട്ടികൾ അത് തെറ്റിക്കാറുണ്ട്. ഇതോടെ ശ്രദ്ധിച്ചോളൂ. ഹയർ ദി ടാക്സ, മോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മെമ്പേഴ്സ് വിത്തിൻ ദി ടാക്സോൺ ഷെയർ എന്നാണ്. തെറ്റല്ലേ? ഹയർ, നമ്മുടെ ഹൈറാർക്കിന്റെ ഹയർ ലെവൽ എത്തുന്നതനുസരിച്ച് സിമിലാരിറ്റീസ് കുറയുകയാണ്. അപ്പോൾ ഇത് തെറ്റാ. ലോവർ ദ കാറ്റഗറി ഗ്രേറ്റർ ദ ഡിഫിക്കൽട്ടി ഡിറ്റർമിൻ തെറ്റാ. കാറ്റഗറി കുറയുന്നതനുസരിച്ച് നമുക്ക് ഫീച്ചേഴ്സ് കൂടുതലാ. അപ്പൊ രണ്ടും തെറ്റാണ്. സോ ഓപ്ഷൻ ഈസ് 4. Then 26. In cellular respiration, where is FADH produced? നമ്മുടെ ക്രബ്സ് സൈക്കിൾ. റെസ്പിറേഷനിൽ നിങ്ങൾ പഠിച്ചു, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു, ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത് ക്രബ്സ് സൈക്കിളാ. മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ച് നടക്കും, നമുക്കറിയാം. ആ മാട്രിക്സില് ക്രബ്സ് സൈക്കിൾ നടക്കുന്നു. ആ ഒരു ക്രബ്സ് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രബ്സ് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു NADH, ഒരു GTP, ഒരു FADH, ഒരു NADH എന്ന് പറഞ്ഞാൽ 3 NADHും ഒരു FADHും ഒരു GTPയും ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് FADH എവിടെ? കൺവേർഷൻ ഓഫ് സക്സീനിക് ആസിഡ് അല്ലെങ്കിൽ സക്സീനേറ്റ് ടു ഫ്യൂമറിക് ആസിഡ് അവിടെയാണ്. സക്സീനൈൽ കോ എൻസൈമേ സക്സീനിക്കായി മാറുമ്പോഴാണ് GTP ഉണ്ടാകുന്നത്. അതും ശ്രദ്ധിക്കുക. ഓക്കെ. Then 127. ഡൈകാരിയോഫേസ് ആൻഡ് സബ്സ്റ്റേറ്റ് മൈസീലിയം. എന്താണ് ഡൈകാരിയോഫേസ്? എന്താണ് സബ്സ്റ്റേറ്റ്? ഫംഗസിൽ ക്രോസ് വാൾ സെപ്റ്റ ഉള്ളതാണ് സബ്സ്റ്റേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസ്? ഡൈകാരിയോഫേസ് വേണം. ഏതിലൊക്കെ ആയിരുന്നു നിങ്ങൾ പഠിച്ചു? റിപ്രൊഡക്ഷൻ, സെക്ഷൽ റിപ്രൊഡക്ഷനില് പ്ലാസ്മോഗമി, ദെൻ കാരിയോഗമി, മിയോസിസ്, 3 എണ്ണാണ്. പ്ലാസ്മോഗമി എന്ന് പറയുന്നത് അവിടെ ഗമീറ്റിന്റെ സൈറ്റോപ്ലാസങ്ങൾ പ്രോട്ടോപ്ലാസം കൂടിച്ചേരും. ആര് കൂടിച്ചേരില്ല? ന്യൂക്ലിയസ് കൂടിച്ചേരില്ല. അതാണ് ഡൈകാരിയോൺ. അതായത് N+N ആണ്. കാരിയോഗമിയിലാണ് രണ്ടും കൂടി ചേരുന്നു. അത് കഴിഞ്ഞാൽ മിയോസിസ് നടന്ന് വീണ്ടും ഹാപ്ലോയിഡായി മാറി. സോ ഇത് രണ്ടുള്ളത് ആസ്കോലും ബെസിഡിയോലുമാണ്. ഡൈകാരിയോഫേസ് ആബ്സെന്റ് ആണ് ഫൈക്കോമൈസെറ്റസ്. അതിലുള്ള മെമ്പേഴ്സിന് ഓർമ്മിക്കുക. ഡ്യൂട്ടിറോല് സെക്ഷൽ ഇല്ല, അപ്പൊ അവിടെയും ഇല്ല. Then 28. Wheat grain as an embryo with one large shield-shaped cotyledon called scutellum. +2 ഫസ്റ്റ് ചാപ്റ്റർ. ഇതൊരു റുഡിമെന്ററി ആയ പാർട്ടാണ് അല്ലേ? അതാണ് എപ്പിബ്ലാസ്റ്റ്. ഇതിന്റെ ആൻസർ 3 ആണ്. ഈ സ്ക്യൂട്ടൽ എവിടെ കാണപ്പെടുന്ന അറിയോ? ലാറ്ററൽ സൈഡാ. 1 സൈഡ് എന്നാണ്. ലാറ്ററൽ സൈഡ് ഇതുവരെ ചോദിച്ചിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇൻ മെയ്സ് അല്ലെങ്കിൽ ഗ്രാസ്, മെയ്സ്, ദിസ് സ്ക്യൂട്ടല്ലം പ്രസന്റ് ലാറ്ററൽ സൈഡിലാണ്. കൊളിയോറഹൈസ റൂട്ടിൻ്റെത്, കൊളിയോപ്റ്റൈല്
സ്റ്റെമ്മിന്റെ ഷൂട്ട് ടിപ്പിന്റെ കവറാ. സോ ആൻസർ ഈസ് 3. 130. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇതില് എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഉണ്ട്? കോഡൺസ് ആർ ഓൾവേസ് റിപ്പീറ്റ് ശരിയാണ്. 64 ശരിയാണ്. തെറ്റാണ്. സോ ഇവിടെ ആൻസർ ഏതായിരുന്നു? 130ന്റെ ആൻസർ ഏതാണ്? 3. നോക്കൂ, 3 എണ്ണേ ശരിയുള്ളൂ, ബാക്കി എല്ലാം 3 എണ്ണം തെറ്റാ. സോ ആൻസർ ഈസ് 3. 31. 131. പ്ലാന്റ് ഗ്രോത്ത് ഈസ് മെഷേർഡ്. +1 ഫിസിയോളജിന്റെ ലാസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. റിലേറ്റീവ് ഗ്രോത്ത് ഓൺലി അല്ല, അബ്സല്യൂട്ട് അല്ല, ബോത്ത് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട്. എന്താണ് വ്യത്യാസം നമുക്കറിയാം. ടോട്ടൽ ഗ്രോത്ത് ആണ് അബ്സല്യൂട്ട്, ഗ്രോത്ത് ബൈ ടൈം ആണ് റിലേറ്റീവ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് +2ന്റെ 8ാമത്തെ മൈക്രോബ്സിൽ വരുന്നതാണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് 2 സ്റ്റേജാ, പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയിൽ ഫിസിക്കൽ ആയതൊക്കെ പൊളിക്കി മാറ്റും. സെക്കൻഡറി സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ അത് ബയോളജിക്കലും കെമിക്കലും ഒക്കെ. അപ്പൊ അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. എന്താണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്? സെഡിമെന്റഡ് ബാക്ടീരിയൽ ഫ്ലോക്സ. അവിടെ വെച്ചാണ് അത് ബാക്ടീരിയ ഒക്കെ കൂടുതൽ ഉപയോഗിച്ച് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഡിമാൻഡും ഒക്കെ ബാക്ടീരിയ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. നെക്സ്റ്റ് 133. അമൻസാലിസം റെപ്രസെന്റഡ് ആസ്. എന്താണ് അമൻസാലിസം? നമ്മുടെ ഇക്കോളജി, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാർട്ടാണ്. നിങ്ങൾക്കറിയാം സ്പീഷീസ് ഇന്ററാക്ഷൻ എന്നുള്ളത്. പോസിറ്റീവ് ആയതുണ്ട്, നെഗറ്റീവ് ആയതുണ്ട്. അമൻസാലിസത്തിന്റെ പ്രത്യേകത 1. ഒരു ഓർഗാനിസം ഹാംഫുഡ, ഉപദ്രവമാണ്. വേറൊരാള് നോട്ട് യൂസ്ഫുൾ ഓർ ഹാംഫുൾ, ഒന്നുമില്ല. അതാണ് അമൻസാലിസം. അപ്പൊ അമൻസാലിസത്തിൽ സ്പീഷീസ് ഇതല്ല, ഇത് കോമ്പറ്റീഷനാ, ഇതല്ല, ഇതാണ് ആൻസർ. ഒരാൾക്ക് ഉപദ്രവം, മറ്റൊരാൾക്ക് ഉപദ്രവമില്ല, അതേപോലെ ഫേവറബിൾ, ഗുണവുമില്ല. ഓക്കെ. അപ്പൊ സാധാ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കാറ്റലിസ്, കന്നുകാലികള് വൈക്കോലൊക്കെ പുല്ലൊക്കെ ചവിട്ടി മതിക്കും, സ്റ്റാമ്പഡ് ആണ്. അതുകൊണ്ട് വൈക്കോല പുല്ലെല്ലാം കേടുവരും, ആർക്കും ഗുണമില്ല. ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിങ് പെനിസിലിന്റെ കണ്ടുപിടുത്തം. ബാക്ടീരിയ ഇങ്ങനെ തിന്നുവരികയാണ് ആര്? നമ്മുടെ പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിച്ച ഫംഗസ്. അതൊക്കെ അമൻസാലിസമാണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 34. 134. One strand of DNA has the nitrogenous sequence ATCTG. What would be the complementary of ആരായിരുന്നു? RNA സ്ട്രാൻഡാ. നിങ്ങൾക്കറിയാം RNAയിൽ തയമിനില്ല, അതിന് ബദലാരാ? യുറാസിലാണ് DNA തയമിൻ. സോ നമ്മുടെ ആൻസർ ഏതാണ്? 2. ഓപ്ഷൻ 2. Then 35. 135. Which of the following statement accurately describe the structure and function of ATP synthase? അതായത് കോംപ്ലക്സ് 4. ഇത് നമ്മുടെ റെസ്പിറേഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ETS ആ. നിങ്ങൾ പഠിച്ചു കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3. അതിന്റെ ഓർഡർ എങ്ങനെയാ? 1, 3, 3, 2, 4, 5. ഇതാണ് ഓർഡർ. ഓരോ കോംപ്ലക്സിനും പേരുണ്ട്. NADH ഡീഹൈഡ്രോജിനേസ്, BC1 FADH, then AA3. ഇതാണ് ATP സിന്തൈസ്. ATP contains only F1 head piece which contains characteristic അല്ലല്ലോ. F0 പെരിഫറൽ അല്ല, F1 ആണ് പെരിഫറൽ. പ്രോട്ടോൺ പാസ് ത്രൂ ദ F0 ഫ്രം മാട്രിക്സ് തിരിച്ചാ ഉള്ളത്. സോ ആൻസർ ഈസ് 4. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതായിരുന്നു 4 ആണ്. 135. Then 137. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമുക്കറിയാം ബയോടെക്നോളജി 1 പ്രിൻസിപ്പിൾസിലുള്ളതാണ്. DNA നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ, വെക്ടറിനെ കട്ട് ചെയ്യണമെങ്കിൽ മോളിക്യുലാർ സിസർ വേണം. അതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇതൊക്കെ വരുന്ന ഒരു ഹയർ ഗ്രൂപ്പാണ്. ന്യൂക്ലിയേസസ് പഠിച്ചു. എൻഡോന്യൂക്ലിയേസ്, എക്സോന്യൂക്ലിയേസസ് കേട്ടു നിങ്ങൾ അല്ലേ? എക്സോന്യൂക്ലിയസ് ഒരു എൻഡിൽ മാത്രം, എൻഡോന്യൂക്ലിയസ് ആണ് എവിടെയും കട്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് REN, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണ്. ഇത് എപ്പോഴും കട്ട് ചെയ്യുന്നത് പാലിൻഡ്രോമിക് ന്യൂക്ലിയോട്ടൈഡിലാ, അതായത്
6 ബേസ് പെയർ, അതാണ് നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കാം. Then 139. Tobacco plant resistant to nematode have been developed by the introduction of foreign DNA that is produced in the host. Both sense and antisense RNA. അതാണ് RNA അതിന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. Then 145. Which of the following STD, sexually transmitted diseases, are not completely curable? +2 3rd chapter നോക്കൂ, റിപ്രൊഡക്റ്റീവിൽ ഏതൊക്കെയായിരുന്നു? കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്തത് ഏതൊക്കെയെന്നാണ്? ക്ലാമിഡിയാസിസ്, ഗൊണേറിയ, ട്രൈക്കോ ക്ലിയറബിൾ ആണ്. ദെൻ ഇതല്ല എയ്ഡ്സ്. സോ ആൻസർ ഈസ് 4. എയ്ഡ്സ്, ജെനിറ്റൽ ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇതെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ക്യൂറബിൾ അല്ലാത്ത, കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്ത ഡിസീസസ് ആണ്, ഓർക്കുക. Then 56. Which one of the following vector for cloning genes into higher organism? ബാക്കുലോവൈറസ് അല്ല, പഠിക്കുന്നുണ്ട്. സാൽമോണല്ല, ടൈഫിമൂറി അല്ല, അത് കോഹൻ ഹെർബർട്ട് 972 ഉപയോഗിച്ചതാണ്, അതല്ല. റൈസോപ്പസ് അല്ല, ആൻസർ ആരാണ്? റിട്രോ വൈറസ്. നിങ്ങൾ പഠിച്ചു രണ്ടാല. ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അനിമൽസിൽ ആരായിരുന്നു? റിട്രോ വൈറസ് ആണ്. സോ ആൻസർ ഈസ് 4. Then 56. GAC, ബയോടെക് സെക്കൻഡ്, ഏതായിരുന്നു GAC? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, അബ്രിവേഷൻ ആണ്. 63. ഹ്യൂഗോ ഡി വ്രിസ്, മ്യൂട്ടേഷൻ തിയറി ഓൺ ഓർഗാനിക് എവല്യൂഷൻ വൈൽ വർക്കിംഗ്. ഇവല്യൂഷനില, പയറിലല്ല, പയറിൽ മെന്റലാണ്. ഡ്രോസോഫിലയിൽ മോർഗനാണ്. ഈവനിങ് പ്രൈം റോസ്, ഇനോത്തിറ ലമാർക്കിയാന എന്ന് പറയും. അവിടെയാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഓക്കെ. Then 168. Which one of the following is a set of diseases caused or spreaded by mosquito? കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെ? കോളറ അല്ലല്ലോ, ഡെങ്കു, മലേറിയ. കോളറ എല്ലാം ഉണ്ടല്ലോ. ചിക്കൻ ഗുനിയ, ഡെങ്കു, മലേറിയ. സോ ആൻസർ ഈസ് 2. വൈറസ് ആണ്, പക്ഷേ പരത്തുന്നത് കൊതുകാണ്, നമുക്കറിയാം. Then 77. To be a cloning vector, plasmid does not require. ഫീച്ചേഴ്സ് പഠിച്ചു. ഒറിജിൻ വേണം, ആന്റിബയോട്ടിക് വേണം, റെസ്ട്രിക്ഷൻ സൈറ്റ് വേണം. പക്ഷേ ഇതവിടെ കറക്റ്റ് പറയാറില്ല. സോ ആൻസർ ഈസ് 4. 177ന്റെ ആൻസർ ഏതായിരുന്നു? 4. സോ ഇതോടുകൂടി ലാസ്റ്റ് മോക്ക് ടെസ്റ്റിന്റെ ബോട്ടണി ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി, പൂർണ്ണമായി. ഓക്കെ, ബോട്ടണി കംപ്ലീറ്റ് ആയി. സോ എന്റെ കുട്ടികളോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, NCERT വളരെ ശ്രദ്ധയോടെ വായിച്ചു പഠിച്ച് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട്, ഹാപ്പി ആയിട്ട് ഈ വരുന്ന 21ന്റെ നീറ്റ് എക്സാം എഴുതൂ. വളരെ കൃത്യമായിട്ട് അൺഅക്കാഡമി എല്ലാ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് ഒരു മാസത്തിലേറെ ഒരുപാട് എക്സാമും അതേപോലെ ഡിസ്കഷനും എല്ലാം തന്നു. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.